സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? വന്നിട്ട് ഏകദേശം ഒരു 3 വർഷം ആവുന്നേ ഉള്ളൂ സീരിയസ്ലി. അപ്പം അതിൻ്റെ അകത്ത് ചെറുതും വലുതുമായിട്ട് ചെറിയ മൂവി, വലിയ മൂവികൾ, ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് റിലീസായതുകൊണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ആർട്ടിസ്റ്റായി എന്നൊരു ഫീൽ എനിക്ക് തന്നത് ജഗദമ്മയാണ്. ജഗദമ്മയിലേക്ക് വരാനുള്ള കാസ്റ്റിംഗിലേക്ക് എത്തപ്പെട്ടത് വളരെ വളരെ യാദൃശ്ചികമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും അവസാനം വന്നത് ഞാനായിരിക്കും ജോയിൻ ചെയ്തത്. ലാസ്റ്റാണ് വന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ വേറൊരു മൂവിക്ക് വേണ്ടി അയച്ച ഓഡീഷൻ ഫോട്ടോസും അതും കണ്ടിട്ട് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും വിളിച്ചതാണ്. മൂവിയുടെ ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞ് തന്നെയാണ് വിളിച്ചത്. കൊട്ടാരക്കര വെച്ചായിരുന്നു ഓഡീഷൻ. അത് ആക്ച്വലി ഒരു ലുക്ക് ടെസ്റ്റ് ആയിരുന്നു അല്ലേ, ഓഡീഷൻ ഇല്ലായിരുന്നു, ലുക്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പം അതിനാണ് ഞാൻ ഫസ്റ്റ് ടൈം ടീമിനെ കാണുന്നതും ചെല്ലുന്നതും ഒക്കെ. ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നു, തനി നാടനായിരിക്കണം. പറ്റുവാണെങ്കിൽ ഐബ്രോസ് പോലും ത്രെഡ് ചെയ്യാത്തൊരു ലുക്കാണ് നോക്കുന്നത്. അതും ആ ക്യാരക്ടർ മാത്രം സെറ്റ് ആവാതിരുന്നതായിരുന്നു. ഇവരെന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തനി നാടൻ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഷോൾഡർ വരെ വെച്ച് മുടി വെട്ടി കളറൊക്കെ ചെയ്ത് ഒരു കൊച്ചിക്കാരിയായിട്ട് നടക്കുന്ന സമയത്താണ് വിളി വരുന്നത്. അപ്പം എനിക്ക് കിളി പോയി. അതുവരെ നമ്മുടെ നാടൻ ലുക്കിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എവിടെയും അതിന് ഒരു എന്താ പറയുക, നാടൻ ലുക്കിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ വിളിച്ചില്ല. എല്ലാവരും കാണുമ്പോൾ ഈ മുടി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് അയച്ചു തരാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ വെട്ടുന്നത്. ആ സമയത്താണ് വെട്ടുന്നത്. അപ്പോഴാണ് ഇത് വരുന്നത്. പിന്നെ ഉള്ള മുടിയൊക്കെ വെച്ച് ഉള്ളതിലും പഴയ ഒരു ചുരിദാറൊക്കെ എടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒരു ലുക്കൊക്കെ ആക്കി അങ്ങനെയൊക്കെയാണ് ഓഡീഷൻ പോകുന്നത്. എങ്ങനെയും അത് കിട്ടണം. കാരണം എൻ്റെ മെയിൻ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയാണ്. എത്രയോ കാലമായിട്ടുള്ള സ്വപ്നമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളോട് അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ എടുത്തു പറയുന്ന ആളാണ് ഉർവശി ചേച്ചി, അതുപോലെ ജഗദീഷ് ചേട്ടൻ. അങ്ങനെ കുറച്ച് ആളുകൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം എൻ്റെ മെയിൻ വീഡിയോ വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഉർവശി ചേച്ചി എങ്ങനെയും കിട്ടണം എന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കൊട്ടാരക്കര ഓഡീഷന് പോകുന്നത്. ലുക്ക് ടെസ്റ്റ് ആയിരുന്നു. അന്ന് അവർ എക്സ്റ്റൻഷൻസ് ഒക്കെ മുടിയിലൊക്കെ വെച്ച് സെറ്റാക്കി നോക്കി. മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ചേട്ടൻ. എന്നാലും അത് സെറ്റായി. ദിവസം അയച്ച് കൺട്രോളർ വിളിച്ച് ഓക്കെ ആണെന്ന് പറയുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഫൈനലി ഓക്കെ. അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ദൈവം ഇനി അവിടെ എത്തുമ്പോൾ ഞാൻ ടെൻഷൻ ആവും. കാരണം ഞാൻ അത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇനി അവിടെ എത്തി ചേച്ചിനെ കാണുമ്പോൾ ഞാൻ ടെൻഷൻ ആവും. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ടെൻഷൻ. പിന്നെ ചേച്ചി ഒരു വേറൊരു വൈബാണ്. ലൊക്കേഷനിൽ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിപ്പിക്കില്ല. അപ്പോൾ പിന്നെ ആ ലൊക്കേഷൻ എടുത്ത് പറയണമായിരുന്നു. നമുക്ക് യാതൊരു രീതിയിലുള്ള സ്ട്രെസ്സും തരാത്തായിരുന്നു. ഭയങ്കര എന്താ പറയുക, നാട്ടിൻപുറത്തായിരുന്നു. ഷൂട്ട് വരുന്നത് ഒരു നാട്ടിൻപുറത്തായിരുന്നു. അതിലെ ആളുകളെല്ലാം അതുപോലെയായിരുന്നു. എല്ലാവരും ആക്ച്വലി എനിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വേറൊരു വില്ലേജ് എന്ന ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഒന്നും പേടിപ്പിക്കുന്ന വർത്തമാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ വീടേതായിട്ടുള്ളൊരു ഭീകരാവസ്ഥ ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഒരു സ്ട്രെസ്സും തരാതെ ആണ് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ത്രൂ ഔട്ട് ആയിരുന്നു. വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല എനിക്ക് ഷൂട്ട്. അത്രയും ഉണ്ടായിരുന്നു. മുന്നേ തന്നെ തീർച്ചു, വളരെ സ്പീഡിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം പേടിക്കാനായിട്ടൊന്നും ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഓളത്തിൽ അങ്ങനെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. അഭിനയിക്കേണ്ടി പോലും വന്നിട്ടില്ല തോന്നുന്നു എനിക്ക്. നമ്മളതിൻ്റെ അകത്ത് അങ്ങ് സിങ്ക് ആയിപ്പോയി. പിന്നെ അഭയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് തൊട്ട് ഞാൻ കണ്ട്. ലുക്ക് ടെസ്റ്റ് എന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം എനിക്ക് എല്ലായിടത്തും നിന്ന് കിട്ടുന്ന പണിയാണ്. ഹൈറ്റ് കുറച്ച് കുറവാണല്ലോ. ഞാനവിടെ ചെന്നിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഞാൻ ഉറപ്പിച്ചു പോയി. അത് പോയി എന്നൊക്കെ ഉറപ്പിച്ചു. പക്ഷെ അവിടെയും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പൊ അഭയുടെ ലുക്ക് ടെസ്റ്റ് എങ്ങനെയായിരുന്നു? അതെ അതാണ് അതിന്റെ ഒരു കോമഡി. അതായത് ഞാന് ആ ഒരു ടൈമിൽ കുറച്ച് താടി ഒരു ഇത്രയില്ല, കുറച്ചും കൂടെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പുള്ളിക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ ഒരു പടം. ഞാൻ തമിഴിലാണ് സ്റ്റാർട്ട് ചെയ്തത്. യോസി എന്ന് പറഞ്ഞ മൂവി 2023 റിലീസ് ചെയ്തിട്ട് ആമസോൺ പ്രൈമിൽ സ്ക്രീൻ ചെയ്യുന്ന പടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു മൂവിയിലേക്ക് ജസ്റ്റ് വിളിച്ച് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഉർവശി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ഇതാണ്. കാര്യം വിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് അത്രയും വർഷം മുന്നേ കേട്ടിട്ട് പിന്നെ അത് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് അല്ലേ ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കഥയൊന്നും ആ സമയത്ത് പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം ഞാൻ ചെന്നൈയിൽ വന്ന് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, പുള്ളിക്കാരൻ ഈ കഥ പറയുകയാണ്. താൻ ഈ നാട്ടിൻപുറം കഥ കൊട്ടാരക്കര ഇതിൽ ഷൂട്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ കൊള്ളാം, ഓക്കെ. അപ്പോൾ അതിലൊരു മണ്ണുണ്ണി ക്യാരക്ടർ എന്നെ കൊണ്ട് പറ്റും. ഞാനിങ്ങനെ ഓക്കെ. അപ്പൊ എന്റെ റിയാക്ഷൻ അത് തന്നെ. എനിക്കത് പറയാൻ വയ്യ. ഓക്കെ, നിനക്ക് പറ്റും, നിനക്ക് ചേരും. അപ്പൊ ഞാൻ വെച്ചാൽ ഓക്കെ
ശരി നല്ല പറഞ്ഞ എന്തുകൊണ്ട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനും ബുദ്ധിമുട്ടാണെന്നാണ് പുള്ളിയുടെ ആ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു ഇത് പറയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ശരി അപ്പൊ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം മുഖമൊക്കെ അപ്പൊ നീ നിനക്ക് ഇങ്ങനെ നീ കാണുന്ന രീതിയിലേ നീ ആയിരിക്കില്ല ആദ്യമേ പറഞ്ഞു. അതെ 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 കാരണം ഞാനിങ്ങനെ ഈ മുടി മറ്റേ ഈ പിന്നെ എന്നെ സ്ഥിരം ഒരു പറയും ഈ പൂച്ച നക്കിയ പോലെ മുടിയും പൊക്കി വെച്ചിട്ട് സ്പൈക്ക് ആക്കിയിട്ടാണ് ജനറലി വന്നത്. അപ്പൊ അത് കഴിഞ്ഞ് മുടിയൊക്കെ അവര് എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ച് ജെല്ലൊക്കെ തേച്ചിട്ട് അങ്ങനെ വടിച്ചങ്ങോട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ ഫസ്റ്റ് ഷോട്ട് തന്നെ. എനിക്ക് തന്നെ ഇപ്പോഴും അത് അങ്ങോട്ട് ഇതായിട്ടില്ല. അപ്പം താടി കുറച്ച് പ്രത്യേകം പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പാടില്ല റോ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് ആ ഒരു ലുക്കിലോട്ട് വരുന്നത്. അപ്പൊ ലുക്ക് ടെസ്റ്റ് നടത്തി. അതിന് നമുക്ക് ഒരു ചെറിയൊരു ആക്ടിങ് ഇതൊക്കെ ഉണ്ട് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ ലുക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി ഒക്കെയാണ് മുന്നോട്ട് പോയത്. പിന്നെ ഓക്കെ അതിനുശേഷം പിന്നെ നമ്മൾ ആ റോ ഫീൽഡിൽ തന്നെ ഇരുന്ന് അങ്ങനെ അത് മുന്നോട്ട് പോയി. എന്ന് ഇനി അങ്ങോട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ നാട്ടുകാർക്ക്. അല്ല അവസാനം ആകുമ്പോഴത്തേക്കും മാറുന്നുണ്ട്. കാര്യം അത് അങ്ങനെ തന്നെയാ പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നീ അസൽ മണ്ണുണ്ണിയായിരിക്കും. അതായത് അച്ഛനെ പേടിച്ച് അച്ഛനെ ഭയങ്കര അച്ഛൻ എന്ത് പറഞ്ഞാലും പേടിക്കും. ചിലപ്പോ പറഞ്ഞാൽ പേടിക്കും. അതിനേക്കാൾ ആ ചെറിയ പേടിയല്ല അത് ഉദ്ദേശിക്കുന്നത് അതാണ്. അച്ഛന് നീ പോടാന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നിക്കടാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പൊ ഈ അതിന്റെ ഇടയ്ക്കും ഒരു പ്രേമം ഒപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു കോമഡി. അതെ അതിലും ഈ അതെ അപ്പൊ അതിലും ഫസ്റ്റ് സീനിലും പറയുന്നത് തന്നെ എനിക്ക് അച്ഛനോട് പറയാം നീ വേണമെങ്കിൽ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് കല്യാണം നടത്തിക്കോ എന്നുള്ളതാണ് അവരുടെ ഒരു. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാള്. അപ്പം നമ്മുടെ ജോർജ് സാർ നമ്മുടെ ഇതിൽ പറയില്ല തുടരുന്ന് പറഞ്ഞൊരു മൊണ്ണയെന്ന് വിളിക്കില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ ശരി ആ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ അതിലൊരു വിഷയമുണ്ട്. അതായത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സീക്വൻസ് അത് കല്യാണത്തിന്റെ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സ്റ്റിഫായി. എന്നുവെച്ചാൽ നമ്മള് ആ ഒരു ക്യാരക്ടറിൽ നമ്മളിങ്ങനെ വന്നിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു ബോഡി. പുള്ളി പറഞ്ഞു നീ കംപ്ലീറ്റ്ലി അങ്ങ് ചെയ്തോളാം നീ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിനക്ക് പേടിയാണ് നീ അങ്ങ് അങ്ങനെ പറഞ്ഞ ശേഷമാണ് നമ്മൾ ആ സീനിലോട്ട് കയറിയത്. പിന്നെ ഓക്കെ മരുന്ന് വീഴുന്നു ഇതാകുന്നു ആ ഒരു ഡിഫറൻസ് ആ സമയത്താണ് നമുക്ക് വന്നത്. ആദ്യം കുറച്ച് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട് ഡെഫിനറ്റ്. അവരുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞാൽ രണ്ട് ഡയലോഗ് എക്സ്ട്രാ പുള്ളിക്കാരി ഇടും. അത്ര ഇംപ്രോവൈസ് ചെയ്യുന്ന ഇതാണ്. അപ്പൊ നമ്മളാണെങ്കിൽ അത് കണ്ടിട്ട് കൊള്ളാലോ എന്നുള്ള രീതിക്കും നമുക്കപ്പോ വരുമ്പോഴത്തേക്കും നമുക്കത് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ക്രൗഡ് സീനാണ് ചെയ്തത് ഫസ്റ്റ്. അപ്പോ അത് കുറെ ആർട്ടിസ്റ്റ് എല്ലാരും കല്യാണം വന്ന് നിൽക്കുന്ന ആ ഒരു സീനിൽ നോബിചേട്ടനുണ്ട് ശർമ്മ സാറുണ്ട് അങ്ങനെ ഫുൾ ടീം നിൽക്കുകയാണ്. ഒരു ശേഷിയുണ്ട് ഫുൾ ടീം നിൽക്കുമ്പോ അതിനിടയ്ക്ക് വന്നിട്ട് ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കിളി പോയി. എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഒരു സ്റ്റിഫായി നിൽക്കുകയാണ്. നീ അങ്ങനെ ചെയ്തോളണം അതൊന്നും ഇല്ല അതൊന്നും ഇതില്ലാന്ന് പറഞ്ഞ് പിന്നെയാണ് ഒന്ന് കംഫർട്ടബിൾ ആയത്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള സീനും ഒക്കെ ആയിട്ട് ആ രാത്രിത്തെ സീന് ഇതളുടെ കൊട്ടി ഇതാക്കുന്ന സീനും ഒക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് ആ മൂഡിലോട്ട് കയറി അത്രയൊരു മണ്ണുണ്ണിയാകാൻ പറ്റി എന്നുള്ള ഒരു ഇതാണ് ഉള്ളത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 ദിവസം അടുപ്പിച്ചാണ് എന്റെ ഓർമ്മ. ഓൾമോസ്റ്റ് ഇടയ്ക്കൊന്ന് പോയിട്ട് വരിക എന്നുള്ള കാര്യം. അഡീഷണൽ കുറച്ച് ലാസ്റ്റിലെ ഫൈറ്റ് സീനും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അഡീഷണലി കുറച്ച് സീൻസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എനിക്കൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലായിരുന്നു കൊട്ടാരക്കര ആ സൈഡിലായിരുന്നു ഷൂട്ട് മൊത്തം. തമിഴ് ഇൻഡസ്ട്രിയിലാണ് കൂടുതലെന്ന് പറഞ്ഞതുകൊണ്ട് ലുക്ക് വൈസ് ആരെങ്കിലും ഒരു സിമിലാരിറ്റീസ് പറഞ്ഞതായിട്ടുള്ള ഉണ്ടോ? എനിക്കായിട്ട് ഞാൻ പറഞ്ഞതുണ്ട് പക്ഷെ ഞാനായിട്ട് ഇത് പറയുന്നില്ല. എന്ത് പറ്റി? ഏതാണ് ഇതിലാണ് ചാർലി സെവൻ മറ്റേ തെലുങ്ക് അല്ല കന്നഡ. ആ ഓക്കെ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ. ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് തലവേദനയാവും. പുതിയ സിനിമയിലെ നായകൻ പറഞ്ഞത് കേട്ടോ? അതെ ആ രീതിയിൽ അതുകൊണ്ട് അങ്ങനെ അതിൽ തന്നെ പിടിക്കുകയാണല്ലേ അവസാനം ഞാൻ അതിനെ പോലെയാണ്. അയ്യോ ഇല്ല ഇല്ല അങ്ങനെ പല ഒരു രീതിയിൽ ചില താടി വളർത്തി കഴിഞ്ഞാൽ ഒരു എല്ലാവരും ഒരേപോലെ ഇരിക്കും എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ്. ആണുങ്ങളും താടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ കുറെ സിമിലാരിറ്റി ഉണ്ട്. ആ സമയത്ത് ഈ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു
ഞാൻ കണ്ടത് സിനിമയിലാണല്ലോ. ആ ലുക്കും ഈ ലുക്കും വേറെയാണ്. ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മുടി ഇങ്ങനെയൊക്കെയായിരുന്നു ലൊക്കേഷനിൽ വന്നത്. അതെ, ഇങ്ങനെയാണ് വന്നത്. അപ്പൊ അതിന്റെ ട്രാൻസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഷൂട്ട് ടൈമിന് മുന്നേ പറഞ്ഞെങ്കിലും ഞാൻ ചെല്ലിട്ട് അതെ അസൻ ചേട്ടനായിരുന്നു, അസൻ വണ്ടൂർ ചേട്ടനായിരുന്നു. അപ്പൊ പുള്ളി വന്നിട്ട് തൊടരുത് മുടി തൊടരുത്, പുള്ളി ഇങ്ങനെ ചപ്പിച്ച് വെക്കും. എനിക്കാണെങ്കിൽ ഓരോ തവണ കണ്ണാടി നോക്കുമ്പോഴും ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഒന്ന് പോകും, ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത്രയും വൃത്തികേടാണോ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും തുടരുത് സെറ്റ് വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ തല വെച്ച് രണ്ടുപേരെ കൊണ്ടും ബുദ്ധിമുട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും. അതെ അതെ അതെ, ശ്രീയുടെയും ഈ പറഞ്ഞ മുടിയെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സ്റ്റൻഷൻ വെക്കുമ്പോഴും എനിക്ക് ഉള്ള മുടി ഷോർട്ട് ആണെങ്കിലും തിക്കായിരുന്നു. അപ്പൊ അത് ഒതുക്കാൻ പറ്റില്ല. ഞാൻ തന്നെ പേടിച്ചു, ഇതേമി ഇനി ഹെയർ ഫിറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റുമോ. എക്സ്റ്റൻഷൻ ലെങ്ത് കൂട്ടിയാൽ മതിയായിരുന്നില്ലേ? അല്ല, നമ്മൾ ഈ ബോൺ ഇവിടുന്ന് വെക്കുന്ന എക്സ്റ്റൻഷൻ ആയിരുന്നു. കാരണം അത്രയും ഹെയർ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയും. ഒറിജിനൽ ആക്ച്വലി എന്റെ പഴയ ഫോട്ടോയില് ഒറിജിനൽ ഹെയർ കണ്ടിട്ടാണ് ശിവ സാർ വിളിക്കുന്നത്. അല്ല, ആക്ച്വലി അതെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. മുടി എന്താണ് ശരിക്കും ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്? നിങ്ങൾ ഇത് തമ്മിൽ ഇട്ടാലുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല യൂസ് കിട്ടും. കാരണം എനിക്ക് അത്രയും ഇപ്പൊ 2 വർഷം ആവാനായി ഞാൻ മുടി വെട്ടിയത്. ഇപ്പോഴും എനിക്ക് സ്വസ്ഥതയില്ലാണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ മുടി വെട്ടി, എന്താ ചെയ്തേ, മുടി ആർക്കാ കൊടുത്തേ, അങ്ങനെ ചെറവറ ക്വസ്റ്റ്യൻ. ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, അത് നിങ്ങൾക്ക് തരണോ? ടു ബി ഫ്രാങ്ക് 2 കാരണമുണ്ട്. ഒന്ന്, എനിക്ക് പറഞ്ഞ പോലെ ഇത്രയും നീളത്തിൽ ഇത് കൊണ്ടുവരുന്ന മടുത്തായിരുന്നു. ഞാൻ മുടി വളർത്താത്ത ആളാ, അതങ്ങനെ വളർന്നു പോയതാ, ഒരു വെട്ടാതെ അങ്ങനെ നീണ്ടുപോയി. അപ്പൊ എനിക്കത് വെട്ടണം, എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്, കൊണ്ടു നടക്കാനും സുഖം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ടു ബി ഫ്രാങ്ക് എനിക്ക് അന്ന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിലൊന്നും പോയിട്ട് ചോദിക്കുന്ന ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണല്ലോ. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ വന്നപ്പോ കയ്യിലെടുത്ത് നിൽക്കാൻ സേഫ് ആയിട്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ അത് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടതാ, ഹെയർ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ ഇത് കേൾക്കുമ്പോഴേ ഇങ്ങനെയും ബിസിനസ് വരട്ടുണ്ടായിരുന്നു അറിഞ്ഞെങ്കിൽ മുടി വളർത്തേക്ക് തുടങ്ങാമെന്ന് സൈഡിൽ കൂടെ കുടുംബപരമായിട്ട് തുടങ്ങിയാൽ പോരായിരുന്നു. എത്രയോ പെൺകുട്ടികൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങും. വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നത് 3/4 ഭാഗം ഹെയർ ഹെയർ കണ്ടു വന്നവരായിരുന്നു, ഹെയറിന്റെ ഇത് കണ്ടു വന്നവരായിരുന്നു. അപ്പൊ ഒരു സെലിബ്രിറ്റി ഹെയർ ആണ് എന്റെ മുടി. എനിക്ക് ആ സ്റ്റാറ്റസ് ഒന്നും ഇല്ലെങ്കിൽ മുടിക്ക് നല്ല വിലയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സ്റ്റാറ്റസ് ഇട്ട് 2 മാസം എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. മെസ്സേജുകളും പല ആൾക്കാർ, പല ടൈപ്പ് ആളുകൾ, ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ട്. ഇതൊരു പാരലൽ വേൾഡിൽ മുടിക്കെന്ന് പറഞ്ഞിട്ടൊരു ഫാൻസ് എന്നല്ല, അതിന് വേറൊരു വേർഡ് ഉണ്ട്, അത് ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവം വേറൊരു പാരലൽ വേൾഡിൽ നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ അങ്ങനെ ഞെട്ടലോടെ റിയലൈസ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ആ ലോകത്ത് ഞാൻ വലിയ ആളാണ്. പിന്നെ ഒബ്വിയസ്ലി അല്ലേ, നമ്മള് പലരെയും മുടി നോക്കുന്നത്, മുടി കണ്ടിട്ട് കേളി ഹെയർ കാണുമ്പോൾ നമ്മള് ഒരു ഇൻട്രസ്റ്റ് അത് ഉണ്ടാവും. ഭയങ്കര റേറ്റ് ഒക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഡീലിങ്സ് വന്നിരുന്നു. പിന്നെ അതിൽ സേഫ് ആയിട്ട് എനിക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്ന് സേഫ് ആയിട്ട് വന്നൊരു സംഭവം, എക്സ്റ്റൻഷൻ ഉണ്ടാക്കുന്നവരാണ് വീടുണ്ടാക്കുന്നവർ. അതൊക്കെ ഞാനത് കൊടുത്തയച്ചു. എനിക്ക് ആവശ്യത്തിന് പൈസ കിട്ടി, ഞാൻ ഹാപ്പിയായി. പിന്നെ വളരെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റീൽസിൽ നിങ്ങൾ ജസ്റ്റ് പുറംതിരിഞ്ഞ് നിന്ന് മുടി മാത്രം കാണിച്ചുകൊണ്ടൊരു 8 നല്ല വ്യൂസ് ഉണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആളുകളാണ് അത് കാണുന്നത്, ഫോളോ ചെയ്യുന്നത്. അതില് വിഷയമില്ലല്ലോ. അൾട്ടിമേറ്റ്ലി കണ്ടന്റ് ക്രിയേറ്റ് നമ്മളിപ്പോ കണ്ടന്റ് ക്രിയേഷൻ, ഞാൻ റീൽസും കണ്ടന്റും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് കണ്ടന്റ് കണ്ടു വന്ന ഓഡിയൻസ് ഒരു ഭാഗത്തും, മുടി കണ്ടു വന്ന ഓഡിയൻസ് വേറൊരു ഭാഗത്തുണ്ട്. അപ്പം ഇത് റീച്ച് ആവുന്നത്, ഞാൻ ഇടുന്ന റീൽ ആദ്യം മുടി കണ്ടു വന്നവരുടെ അടുത്തേക്ക് പോകുന്നെങ്കിൽ അവർ മൈൻഡ് പോലും ചെയ്യില്ല. പല ഭാഷക്കാരാ, അവർ സ്കിപ്പ് ചെയ്ത് വിടും, നമ്മള് സംഭവം റീച്ച് ആവില്ല. പിന്നെ കുറച്ച് മുടി വെച്ച് കണ്ടന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മുടി അഴിച്ചിട്ട് പർപ്പസ്ലി കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടന്റും കൂടെ കണ്ടുവന്ന ഫോളോവേഴ്സ് കുറച്ച് കയറിയതിന് ശേഷമാണ് ഒന്ന് എന്റെ ഇൻസ്റ്റ ഒന്ന് മുടി അല്ലാതെയും റീച്ച് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഫസ്റ്റ് മൂവിയാണല്ലോ മലയാളത്തില് ഈ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ചെയ്യുന്നത്. അതെ, ഫസ്റ്റ് മൂവി എന്റെ തമിഴിലായിരുന്നു. യോസി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അത് ലീഡ് ക്യാരക്ടർ ആയിരുന്നു. 2023 തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ഇപ്പൊ ആമസോൺ പ്രൈമില് സ്ട്രീം ചെയ്യുന്നുണ്ട്. യോസി തിങ്ക്, ചിന്തിക്കുക. അതൊരു കമേഴ്ഷ്യൽ ഇത് തന്നെ, ബട്ട് ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ചേർന്നുണ്ട്. ഒരു സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്. അതിലും ഉർവശി, കലാരഞ്ജിൻ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ഒരു ക്യാമിയോ റോൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അതിനുശേഷമാണ് പിന്നെ ഇതിലോട്ടുള്ള ഡിസ്കഷനൊക്കെ വരുന്നതും കാര്യങ്ങൾ പോകുന്നത്.
സിനിമ എന്ന് പറഞ്ഞാൽ വമ്പൻ അഭിപ്രായങ്ങളാണ് വരുന്നത്, ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് വരുന്നത്. പക്ഷെ തിയേറ്ററുകൾ വളരെ കുറവാണ്. അത് നിങ്ങൾ റിലീസ് ചെയ്ത സമയം തെറ്റിപ്പോയല്ലോ. അതായത് തെറ്റിപ്പോയി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പടം തുടരും, അതിങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ എന്നല്ല, അതിലും മേളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം. ഞാൻ തന്നെ 2 തവണ കണ്ട പടമാണ്. അപ്പം അതുപോലെ തന്നെ പല ഇപ്പം അന്യഭാഷ ചിത്രങ്ങളും ബാക്കി പല സിനിമകളും ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഷെഡ്യൂൾ ചെയ്തത്. അപ്പൊ അത് കാരണം കൊണ്ടുള്ള കുറച്ച് തിയേറ്റർ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. അതിന്റെ ഒരു എഫക്റ്റ് ആണല്ലോ. അത് തെറ്റിപ്പോയെന്ന് പറയുന്ന കാര്യം നമ്മൾ ഏത് ലെവലിൽ ഓരോരുത്തർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇതില്ലല്ലോ. അൾട്ടിമേറ്റ്ലി ഇപ്പോഴത്തെ ഒരു ഇതിൽ 2 ആഴ്ച മതി ഒരു പടം തിയേറ്ററിൽ ഓടിയാൽ അത് ഒരുവിധം നല്ല സേഫ് സോണിലാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് സ്ക്രീൻ കൂടാനും ചാൻസ് ഉണ്ട്. അതിന്റെ കുറച്ച് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാരലലി മേ ബി ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടാനും നമ്മള് ചാൻസ് കാണുന്നു. കേൾക്കുന്നത് ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതികളും കേട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ ഞാൻ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുന്ന സമയത്ത് ഇന്ന് മൂവി കണ്ടു കൊള്ളാമായിരുന്നു. അപ്പം അത് ഞാൻ ടിക്കറ്റ്, അതായത് ഒരു ടീച്ചർ ആരാധകർ അവരോട് മെസ്സേജ് ഇട്ടു, ഞങ്ങൾ ടിക്കറ്റ് നോക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതായത് നിങ്ങളും ഇനി അങ്ങോട്ട് നല്ലോണം പുഷ് ചെയ്ത് ഇതാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അതെ അതെ. അത് കാരണം പൂർണ്ണമായി എനിക്ക് സംതൃപ്തികരമായ സിനിമയാണ്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പായിട്ട്. കാരണം ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇപ്പം നമ്മൾ ഇന്നലെ ഷോയ്ക്കുണ്ടായിരുന്നു, ഫോറം മോളിലെ ഷോയ്ക്കുണ്ടായിരുന്നു. ഫാമിലി അവരൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആ ഒരു പ്രായമായ ആൾക്കാർ മുതൽ കൊച്ചു പിള്ളേർ ഇരിക്കുമ്പോഴേ അവരുടെ ആ ഒരു സന്തോഷവും കാര്യം. ഉർവശി എന്ന് പറഞ്ഞാൽ ചില മാൻഡ്രസവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവര് ഭയങ്കര എൻജോയ് ചെയ്യുക ഓരോ കാര്യത്തിനും. അവരുടെ ആ ചിരിയും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കണം, ആ കൊള്ളാലോ, അവരുടെ ആ ഒരു റെസ്പോൺസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എത്തിപ്പെടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിയേറ്ററല്ലേ, ഒബിയസ്ലി അതൊന്ന് ആൾക്കാർ കയറാനായിട്ട് നിങ്ങളെപ്പോലെ ആൾക്കാരും പുഷ് ചെയ്താൽ മാത്രമാണ് ആൾക്കാർ അങ്ങോട്ട് ഒന്ന് കയറി പറ്റുന്നത്. കയറി കിട്ടിയാൽ പിന്നെ ഈ പറഞ്ഞ കുറച്ച് ദിവസം വളരെ സേഫ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത്. ഏത് ഏജ് ഗ്രൂപ്പിനും ഏത് കാറ്റഗറി ഓഫ് ആളുകൾക്കും ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് സേഫ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു കണ്ടന്റും കൂടെ അല്ലേ അതിനകത്തുള്ളത്. അത് മാത്രമല്ല, ആക്ച്വലി തിരിച്ചു വന്നതിന് ശേഷം ശരിക്കും ചൈൽഡിഷ് ആയിട്ടുള്ള ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുകയും ത്രോത്ത് അത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചേച്ചി ഷോ ആണ്. അതെ, അതിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില സീനിലൊക്കെ നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് പുള്ളിക്കാരി സംസാരിക്കാൻ പോകണം. അപ്പൊ പുള്ളിക്കാരി വന്ന് കാണിക്കുന്നത് മറ്റേ ഇതും കൊഞ്ഞണം കുത്തുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പുള്ളിക്കാരി ഭയങ്കര കട്ടക്കാണ് വരുന്നത്. കട്ടയ്ക്ക് വന്ന് അവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി കാണിക്കുന്ന ഇതാണ്. അതുപോലെ നമ്മൾ കോമഡി ആവെന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളിക്കാരി സീരിയസ് ആയിട്ടുള്ള ഇതിലോട്ടും ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പൊ ടോട്ടലി ഒരു റേഞ്ച് അതിൽ പിടിച്ചിട്ടുണ്ട്. ആ ഒരു സീരിയസ് കോമഡിക്കും ക്വാളിറ്റി ഉണ്ട്. ചുമ്മാ എന്തെങ്കിലും ചളിയായിട്ട് അല്ല തോന്നുന്നത്, നല്ല ക്വാളിറ്റി ഉണ്ട്. പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട് സിനിമ, സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഫീൽ ഗുഡ്, ഒരു കോമഡി സാധനം അല്ലല്ലോ. എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആണ് സിനിമയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ. ഡയലോഗ് അതാണ് അസാധ്യം. അതായത് ഓരോ ഡയലോഗും ശരിക്കും നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്ന നല്ല ഡയലോഗ്. അതെ, അത് പുള്ളിക്കാരൻ ശിവ എന്ന് പറഞ്ഞ ആ പുള്ളി ആദ്യമായിട്ട് ചെയ്യാന്നുള്ള ഒരു ഇത് വിട്ടിട്ട് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്ന ഒരു ഇതാണ് അതിന് തീർന്നത്. ഇപ്പൊ ഇൻക്ലൂഡിങ് ഡയലോഗ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ തന്നെ വേറെ മെജോറിറ്റി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പുതിയ കുറേ ആൾക്കാർ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ പുതിയ ആൾക്കാരെ വെച്ച് പോലും ഈ പറഞ്ഞ ഒരു ഔട്ട്പുട്ട് എടുക്കാനായിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇപ്പം ആ ഉദാഹരണത്തിന് ആ നാട്ടിൻപുറത്തുള്ള ചില ആൾക്കാരുടെ ഒക്കെ ഇതിനകത്ത് പുള്ളി കയറിയിട്ടുണ്ട്. പുള്ളിക്ക് ആ ഒരു ഇത് വിഷൻ ഉണ്ടായിരുന്നു. ആദ്യമേ നമ്മൾ ആക്ടിങ് ക്യാമ്പിന് പോകുമ്പോൾ തന്നെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ആദ്യമേ പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ നാട്ടുകാരിലുള്ള അവിടെ ഉള്ള ആള് തന്നെ ഇതിൽ ചെയ്യണം. കാരണം ആ ഒരു സ്ലാങ് ആണെങ്കിലും ശരി, അവരുടെ മാൻഡ്രസും ആണെങ്കിലും ശരി, എനിക്ക് അത് തന്നെ ഈ പടത്തിൽ കിട്ടണം എന്നുള്ളൊരു വാശിയും ആ ഒരു ഡിറ്റർമിനേഷൻ പുള്ളി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ കൊണ്ട് ആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവന്റെ ആശാ വർക്കേഴ്സ് പോലെ കാണുമ്പോൾ തന്നെ ബാക്കിലൂടെ പാസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പോലും നാട്ടിലെ ആളുകളാണ്. പക്ഷെ അവരെന്ത് നീറ്റായിട്ടാ ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് ലുക്ക് കൊടുക്കുന്നു പോകുന്നു, ഒരു കൺഫ്യൂഷനും ഇല്ല, ആർക്കുമില്ല. പക്ഷെ എല്ലാം സദാ ആളുകളാണ്. അത് ഒരു ഡയറക്ടറിന്റെ കഴിവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യുകയെന്നുള്ളത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളല്ല, എല്ലാം ആ നാട്ടിലെ സാധാരണക്കാർ ഒരു 1-2 സീനിലല്ല, ത്രൂ ഔട്ട് പടത്തിൽ അവരാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം അത് പുള്ളിക്കാരനും ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നില്ല. അതായത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സിനിമകളിലും കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഔട്ട്പുട്ട് വെളി വരുമ്പോഴാണ് ഡയറക്ഷന്റെ ആ സൗന്ദര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. കറക്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള നല്ല വ്യക്തതയുള്ള സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് നമുക്കത് കാണും. എവിടെയും അതിന് കൺഫ്യൂഷൻസ് ഇല്ല. അതുപോലെ തന്നെ അനിൽ നായർ ചേട്ടനാണ്
അഖിലേട്ടനാണ് ക്യാമറ. അപ്പം പുള്ളിയുടെ എക്സ്പീരിയൻസ് കൂട്ടത്തിൽ അപ്പം ഇവര് ടോട്ടലി അങ്ങനെ ഒരു ജോയിന്റ് ഇത് ഉണ്ട്. പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പൊ മായാമോഹിനി അങ്ങനെ പല പല പടങ്ങൾ ചെയ്ത ആണ്. അപ്പൊ ആ നാട്ടുംപുറം ഒരു ഏരിയ എടുക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെതായ ഒരു ഭംഗിയാണ്. ഇപ്പൊ പ്രിയദർശൻ സാറിന്റെ പടങ്ങളിലാണ് നാട്ടുംപുറം കൂടുതൽ. തെന്മായും കൊമ്പത്ത് അതിലൊക്കെയാണ് ആ ബ്യൂട്ടി. മേഘമൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നു. അതുപോലെ ആ ഫ്രെയിംസിലൊരു ഭംഗിയാണ്. അപ്പം ഇതിലും പുള്ളിക്കാരൻ DOP-യിൽ പുള്ളിക്കാരൻ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ നാട്ടിൻപുറത്തിന്റെ ആ ഒരു ഫീല് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവര് ടോട്ടലി സിംഗിൾ ഷോട്ട് സ്റ്റാർട്ടിംഗ് ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ഏതാണ്ട് ഒരു മിനിറ്റോളം ലോങ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഷോട്ട്. അതൊക്കെ എന്ത് നീറ്റായിട്ടാണ് സിംഗിൾ ഷോട്ടാണ്. സിംഗിൾ ഷോട്ട് ആ ഒരു നല്ല രീതിയിൽ ആ ക്രൗഡ് സിംഗിൾ ഷോട്ട് ജനറലി പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനാണെങ്കിൽ ഈസിയാണ്. ഇത് ആ നാട്ടിൻപുറത്തുള്ള ആ തട്ടുകട, ഒരു കവല, തട്ടുകട, ബസ്, ബൈക്ക്, കാറ് എല്ലാം വരുന്നു. മേളിൽ നിന്ന് ആൾക്കാർ വരുന്നു, താഴ്ന്ന്. അപ്പൊ അതൊരു നല്ലൊരു അപ്പം അതൊക്കെ പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസും വരുന്നു. ഡയറക്ടർ എന്നതൊക്കെ ഇവരും ഒക്കെ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട്. അത് ഭയങ്കര രസമായിരുന്നു.